പ്രിയമുള്ളവരെ, ഓച്ചന്തുരുത്ത് ഓമന നൃത്ത കലാലയത്തിന്റെ 31ാമത് വാലേ ഉപ്പിണി സ്വയംവരം. വാലയുടെ രചന ഓച്ചന്തുരുത്ത് കോന്തുണ്ണി, സംഗീതം കോന്തുണ്ണി ഓച്ചന്തുരുത്ത്, സംവിധാനം അഡ്വക്കേറ്റ് കോന്തുണ്ണി, അതായത് ഈ ഞാൻ. വാലി ആരംഭിക്കുന്നതിന് മുൻപായി വാലയെ കുറിച്ച് 2.25 വാക്ക്. ഈ വാലയിൽ അഭിനയിക്കേണ്ട 4 പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഇതേവരെ ഇവിടെ എത്തിയിട്ടില്ല. ആവശ്യമില്ലാത്തടത്ത് സിമ്പൽ അടിക്കില്ല, ഞാൻ പറയാം. അതുകൊണ്ട് ഇന്നാട്ടിലെ ചെറുതുറുക്കുള്ള ചെറുപ്പക്കാരെ തപ്പിപ്പിടിച്ചെടുത്ത് ഒരു കണക്കിന് ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഈ വാല നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. വാല ആരംഭിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. ഉപ്പിണി സ്വയംവരം. മതി മതി, രംഗത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്, രംഗത്ത് രാജാവ്. അയ്യേ ഡാ, നീയല്ല, നീ പോടുന്നു. നീ അച്ഛനാണ്, നീയല്ലെന്ന് നീ പൊക്കി അവിടുന്ന് നിൽക്കണ. ആ വെള്ളക്കോട്ടിട്ടേക്കണവൻ, ആ വെള്ളക്കോട്ട്. എടാ എടാ, അത് പാട്ടുകാരനല്ലേ. എടാ നീ, എടാ കരിമുകളിലെ ഗംഗാരൻ ചേട്ടന്റെ മോൻ സുരേഷ്, ഇങ്ങോട്ട് വാ. പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് വരാ, നടുക്ക് വന്ന് നിക്ക്. ഇവിടെയാണ്. നേരെ നോക്കുന്നു. എന്റെ നേരെ നോക്കാനല്ല, പിന്നെ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഓഡിയൻസിന് നോക്കാൻ. ഓഡിയൻസ് അല്ല, ഓഡിയൻസ്. എവിടെയാണ്? അവിടെ. എടാ സുരേഷിന് മണ്ടേ വേടിയെ കയറ്റിവിട്. ഇങ്ങോട്ട് വാ. എന്തോരാൾക്കാരാ. രാജാവ് ചിരിക്കുന്നു. അയ്യേ, പഴം പൊഴിഞ്ഞ ചിരിയിരിക്കല്ല എന്നോട് പറഞ്ഞത്. പ്രകാശം വരുമ്പോൾ മഹാരാജാവ് പുഞ്ചിരി തൂകുന്നു. എന്നാ അവൻ വന്നിട്ട് വരാം. ആര്? പ്രകാശൻ. അവൻ ഷാപ്പിലല്ലേ. എടാ പ്രകാശം വെളിച്ചം വെട്ടം അത് വന്നല്ലോ. എന്നാ പുഞ്ചിരി തൂക്ക്. പുഞ്ചിരി തൂക്കട്ടെ. സുരേ, എന്തെന്നാണത്? പുഞ്ചിരി തൂവാൻ പറഞ്ഞിട്ട് ഈ പുഞ്ചിരി അല്ല, അട്ടഹസിക്കുന്നു. എന്നാ അട്ട? എന്തെന്നാടാ? അട്ടനെ പേടിയാ. അട്ടല്ലെന്ന്, പൊട്ടിച്ചിരിക്കുന്നു. എങ്ങനെയത്? അടിപൊളി, അടിപൊളി, സൂപ്പർ. ഇവിടെ പറഞ്ഞതാണ്. മഹാരാജാവ് ഗൗരവത്തിൽ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന. ഞാൻ എന്റെ പേര് പറഞ്ഞാ പോരെ? എന്നാ എന്തെങ്കിലും പറ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. മതിയല്ല. ആരെവിടെ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതല്ല, ആരെവിടെ? ആരെവിടെ? ആരവിടെ? എടാ ഇവിടെ അല്ല, നീ പറയണം. ആരെവിടെ? ഞാൻ പറയണോ? ആരെവിടെ? ഉറക്കെ പറയണ. ഞാനല്ല, എന്റെ പുള്ളി ആരെവിടെ പറഞ്ഞ. പടകളെ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഇവിടെ ബാലയിൽ ഡയലോഗ് പറഞ്ഞാൽ എല്ലാവരും പൊക്കെ, എല്ലാവരും പൊക്കെ, പോ, എല്ലാവരും പോടുന്നു. ദേ പറഞ്ഞപ്പോ എല്ലാം കൂടി പോണ. ഇങ്ങോട്ട് വാ. എല്ലാം കൂടി വന്നേക്കണ്. എടാ ഒരാൾ ഇവിടെ നിന്നേച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പോ പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവനേതാണ് തത്തരക്ക് വെച്ച് വന്നേക്കണവൻ. നീ അല്ല, രാജാവ് മാത്രം ഇടുന്നിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പൊക്കെ. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഭടൻ വരുന്നു. ഭടൻ ഞാനാ. എല്ലാം നീയാണ്. ദേവന് ഭടനായാലും ഇങ്ങനെ വേണം. ഭടൻ ഗൗരവത്തിൽ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്ങിയതിനാവട്ടെ. ഇവനല്ലല്ല ഭടൻ, നമ്മുടെ അനിയല്ലേ. അവന് പനിയാ. അപ്പൊ സുനിയ. അവനല്ലേ മുനി. ഇതേതാണ്? ശനി. സനി ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്ങിയതിനാവട്ടെ. ഞാൻ പറയണത് കേട്ടിട്ട് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്ങിയതിനാവട്ടെ. ആയിക്കോട്ടെ. എടാ മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്ങിയതിനാവട്ടെ എന്ന് ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്ങിയതിനാവട്ടെ. ശരിയായിട്ടില്ല. അപ്പുറത്തെങ്ങാനും പോയി ഡയലോഗ് പഠിച്ചിട്ട് വാബോ. എന്താണ് അപ്പുറത്തെ ചാണാക്കുഴിട്ട് ദൃതങ്ക പുളങ്ങിയതിനായിട്ട് പോയിക്കോട്ടെ. നന്നായി. ആരെവിടെ? പുള്ളിയാണ്. എടാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞാണ്. എല്ലാരും പൊക്കെ അവിടുന്ന്, എല്ലാരും പോയ അവിടുന്ന്. രാജാവ് പോലേട്ടാ. ഞാൻ പോകണ്ടല്ലേ. ഈ സമയം കൊട്ടാര മന്ത്രി കടന്നു വരുന്നു. ഈ സമയം പൊട്ടാത്ത മന്ത്രി കടന്നു വരുന്നു. കൊട്ടാര മന്ത്രി എവിടെ? അടിപൊളി. കേട്ട് വലിയ ഹനുമാനം പൊല്ലിക്കുന്നത്. അടിപൊളി, സൂപ്പർ. ഡയലോഗ് പറ. ഡയലോഗ് പറയാൻ മറന്നുപോയി. മമ പ്രണാമം പ്രഭോ, മമ പ്രണാമം. മമ പ്രണാമം പ്രഭോ, മമ പ്രണാമം. രാമായണം മാറണം. ഇതെന്താ സാധനം? എന്താ ഇത്? എടാ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അഭിസംബോധന ചെയ്യൂലേ? അതിനാണ് കിടന്ന് പാടുപെടണേ. ഇങ്ങനെ പറഞ്ഞാ പോരെ? പറ. ഹലോ മന്ത്രിയെ.
തലയിൽ തത്തേക്ക് ഇരിപ്പുണ്ടല്ലോ. മതി മതി മതി. മന്ത്രി സത്തമാ. മന്ത്രി സത്തമാ. എന്താണ് അവർ തല്ലിയത്? എന്റെ ഇരട്ട പേര് പറഞ്ഞ കൊല്ലും ഞാൻ ഈ പന്നിനാ. എന്റെ ഇരട്ട പേര് തത്തമ്മ രാജു എന്നാണ് ഈ നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞൂടാ. ഇവന്റെ പേര് തോലാണ്ട് രാജാവെന്നല്ലേ, തോലാണ്ട് രാജാന്ന് വിളിച്ചതിനാ. എടാ അതല്ല. എടാ നിന്റെ ബാലയിലെ പേരാണ് മന്ത്രി സത്തമാ. ആ മന്ത്രി സത്തമാ നിനക്കറിയുമോ? മന്ത്രി സത്തമാ നിനക്കറിയുമോ? ഇല്ല, അഴിയില്ല, മുറുക്കി കെട്ടിയിട്ടുണ്ട്. എന്തെന്ന്? അല്ല ഈ ചെറുക്കൻ നിക്കറഴിയോന്ന് ചോദിച്ചു. എടാ നിക്കറിയൊന്നല്ല, മന്ത്രി സത്തമാ നിനക്കറിയുമോ? എടാ എനിക്ക് അറിഞ്ഞൂടുന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അപ്പൊ നീയല്ലേ ഇവിടെ വന്നാൽ മതി പറഞ്ഞുതരാന്ന് പറഞ്ഞത്. മാച്ചു കളഞ്ഞ്. ആ മന്ത്രി സത്തമാ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ എടുത്തുകൊണ്ട് വരൂ. മന്ത്രി സത്തമാ അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്തതൊക്കെ എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകള് എന്ന് വെച്ചെന്താ? ഡ്രസ്. അത് പറഞ്ഞാ പോരെ. വെറുതെ കുടയാടാന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ. മന്ത്രി സത്തമാ അന്തപുരത്തിൽ നിന്നും എന്റെ ഉടുപ്പെടുത്തുണ്ട് വാടാ. എടുത്തിട്ടില്ലേ? ഈ ബാല പൊളിഞ്ഞു പോയി എടുത്തിട്ടില്ലാന്ന്. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. എനിക്കിട്ട് പണ്ടാരടക്കാണ്ട് അങ്ങാട് പറ. ധിക്കാരി നിന്റെ തല ഞാൻ വെട്ടും. നീ ഞൊട്ടു. നിന്നോട് വണ്ടി കയറിയപ്പോ പറഞ്ഞു നിന്റെ പാന്റ് ഷർട്ടൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ. ഇവിടെ വന്നിട്ട് ഞൊട്ടൂന്ന്. നീ വളർന്നു. മഹാരാജാവോട് തർക്കിക്കുന്ന മന്ത്രിയെ ഒരു പ്രജ ചവിട്ടി ഓടിക്കുന്നു. എവിടെ? ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു. ഓ അപ്പുറത്ത്. ഞാൻ പൊക്കോട്ടെ. നീ പോകല്ലേ. ആരെവിടെ? നിനക്ക് വെള്ളം വേണോടാ? ഞാനല്ല നിന്റെ പുള്ളിയാണ്. ആരെവിടെ? ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞു പൊക്കെ അവിടുന്ന്. ഈ പിശാചികളെ കൊണ്ട് ശരിയായിട്ടില്ല. അപ്പുറത്ത് അങ്ങനെ പോയി ഡയലോഗ് പഠിച്ചിട്ട് ബാബു. ആ ഈ സമയം കൊട്ടാരൻ നർത്തകി കടന്നു വരുന്നു. കൊട്ടാരൻ നർത്തകി കടന്നു വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. നർത്തകി എവിടെ? പെണ്ണുപിള്ളെ ഇങ്ങോട്ട് വാ. സൂപ്പർ. അവിടെയൊക്കെ വെടിവെച്ച് നടക്കാണ്ട് വന്ന് ഡയലോഗ് പറ. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മഹാരാജൻ. പെണ്ണുപിള്ളെ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 2 മഹാരാജൻ രക്ഷിക്കണം. 3 മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം. മഹാരാജാവിന്റെ മുഖത്ത് പൂച്ചയോ? മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം എന്ന് വെച്ചാ പുച്ഛം അറിയില്ല. ഇങ്ങോട്ട് നോക്ക്. കൊടുക്കട്ടെ. എന്നാ പിടിച്ചോ. 3 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നൃത്തം കളിക്കാൻ വന്ന ഞാൻ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. ചെലവീണം. ഡയലോഗ് പറഞ്ഞാണത്. എന്റെ വയറ്റിൽ വളരുന്ന പറ. എന്റെ വയറ്റിലയിൽ വളരുന്ന രാജകുമാരി. കോഴിക്കോട്. എന്റെ കോഴിക്കോട് വളരുന്ന വയറ്റിൽ വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന രാജകുമാരൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും ഞാനല്ല, അപ്പുറം. ഇപ്പുറം ഈ മാറി നിൽക്കുന്ന മഹാരാജാവാണെന്ന്. ഞാനാണോ? നർത്തകി കരഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ ചുവലിലേക്ക് വീഴുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇനി അടിപൊളിയായിരിക്കും. മഹാരാജാവ് നർത്തകിയെ ആശ്വസിപ്പിക്കുന്നു. മതി 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 മതി. ഇനി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇച്ചിരി നേരം കൂടി കിടന്നോട്ടെ. മഹാരാജാവ് നർത്തകിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. കുറച്ചേരം കൂടി കിടന്നോട്ടെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇയാക്കടെ പെണ്ണുപിള്ളി ഒന്നുമില്ല. എത്ര വിഷമം എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്ത അഭ്യാസമൊക്കെ ഇരുന്ന്. ചില സമയത്ത് കയറി ഇടപെടണ എനിക്ക് ഇഷ്ടപ്പെടണില്ല. മഹാരാജാവ് ഞാൻ കളിക്കാം. വേണ്ട, ഇനി മഹാരാജാവ് ഞാൻ തന്നെ മതി മോനെ. എന്നാ പിടിച്ച് എഴുന്നേൽപ്പിക്ക്. അടുത്ത സീനിൽ 1/2 മണിക്കൂർ കെട്ടിപ്പിടിക്കാൻ സമയം തരാം. ഇതുപോലെ 1/2 മണിക്കൂറുണ്ടോ? ഇനി ഇതുപോലെ 1/2 മണിക്കൂറുണ്ടോ? നിലാവുള്ള രാത്രിയിൽ നീല പട്ടുടുത്തോന്ന് നിന്നെ നോക്കി ഞാൻ പറഞ്ഞു, കരളെ നമുക്ക് ഈ ചരലിൽ കിടന്നുരുളാം. എന്ത് വന്നേക്കുന്നത്? എന്ത് എല്ലാവരും നോക്കുക. ചേച്ചിയൊക്കെ മഹാരാജാവ് മാത്രം പിന്നെ വന്നേക്കണം പിശാചി. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് വാ. എന്റെ പൊന്നി സാറേ, ഇത് അവിടെ ഒന്ന് പറഞ്ഞു പഠിക്കാൻ നോക്കി. എത്ര സിമ്പിൾ ആയിട്ടൊരു ഡയലോഗ് തരട്ടെ, പറയാവോ? സിമ്പിൾ ആണെന്ന് പറയാം. പ്രഭു, കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. പറ. ഒന്നുകൂടെ പറഞ്ഞു. കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. കൊട്ടാരത്തിലെ താളിയോല. അയ്യോ, അത് ഞാൻ പറഞ്ഞ വല്ല തെറിയായി പോകും സാറേ. എന്നാ പഴയത് പറ. ദൃംഗപ്പൊളങ്ങിയതിനാവട്ടെ. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് വാ. ഈ സമയം നർത്തകിയുടെ അച്ഛൻ കോപിഷ്ഠനായി കടന്നു വരുന്നു. നർത്തകിയുടെ അച്ഛൻ കോഴിക്കാഷ്ടം കൊണ്ട് വരുന്നു. കോഴിക്കാഷ്ടം കൊണ്ടല്ല, കോപിഷ്ഠനായിട്ട് എന്ന് വെച്ചാ ദേഷ്യം കൊണ്ട് കത്തി ജ്വലിച്ച് കടന്നു വരുന്നു. എവിടെ? കോപം വരട്ടെ, കോപം. ഇനി ഗോപനെയൊക്കെ വിളിക്കണം. നിന്റെ മുഖത്ത്
ദേഷ്യം വരട്ടെ എന്ന്. എന്റെ മുഖത്ത് ദേഷ്യം വരില്ല, എന്ത് പറഞ്ഞാലും ഇവന്റെ മുഖത്ത് ഒട്ടും ദേഷ്യം വരൂല. നാളെ എന്റെ കൊച്ചിനെ പിള്ളേർ പിടുത്തക്കാരുണ്ടോട്ട് ഞാൻ ചിരിച്ച് മരിച്ചില്ല എന്നുള്ളൂ. ഇന്നത്തെ ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ല കേട്ടാ. എന്നാ? ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ലെന്ന്. ഇത് മതി, ഈ ദേഷ്യം മതി. വിളിക്ക് മഹാരാജൻ. മഹാരാജൻ. മഹാരാജ വിളിയേക്കുന്നു. കണ്ട മീൻകാരെയൊക്കെ പിടിച്ച ബാല പിടിപ്പിച്ചേക്കണത്. അവന്റെ പേര് പറയടാ. ഇവന്റെ പേരെന്താ? ത്രിവിക്രമ. ത്രിവ്രി. ത്രിവിക്രമ. ഞാൻ പറഞ്ഞോളാം. പറ. ശശി എന്നാ ചേട്ടാ? മതിയല്ല. 3 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഞാനാണോ? നീ പറ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നൃത്തം പഠിക്കാൻ വന്ന എന്റെ മകളിന്ന് 6 മാസം ഗർഭിണിയാണ് മഹാരാജൻ. നിന്നോട് ഞാൻ പ്രതികാരം ചോദിച്ചു. പ്രതികാരം. ഒരു പുച്ചോട്ട് കൊടുത്തേക്ക്. മതി. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. ഒരാള് പറയടാ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. രണ്ടും മിണ്ടല്ല. എടാ അച്ഛൻ പറ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നോടാ ദുഷ്ട. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറയണോ? നീ പറയണം. എങ്ങനെ? എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. എന്റെ ആണോ സാറിന്റെ ആണോ? നീ പറയുമ്പോ നിന്റെ. എന്റെ. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. പറ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷന്റെ തത്ത. പുരുഷന്റെ തത്തയല്ല, പുരുഷത്വത്തെ ആണോ? എന്റെ പുരുഷ തൊത്തൊത്തെ. 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 പുരുഷത്വത്തെ. ഇനി വേറെ കളി കളിക്കാം. എന്താ ബാല അല്ലെങ്കിൽ വള്ളം കളിയാ? ശരിയായോ? ശരിയാണ്. ശരിയായോ? ശരിയാണെന്ന് ബാക്കി പറ. ബാക്കി പറഞ്ഞാൽ തെറ്റിപ്പോവും. എടാ പോയി പഠിച്ചിട്ട് വാ. അവിടുന്ന്. അച്ഛൻ പറ. പുരുഷത്വമാണത്രേ പുരുഷത്വം. പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. മനസ്സിലാക്കി കൊടുക്ക. അങ്ങനെയല്ലടാ, പുരുഷോത്തമനെ വിടറാ. പുരുഷോത്തമ പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലിരിക്കുന്നത്. ഇതൊന്നും വേണ്ട. മഹാരാജാവ് വാളെടുക്കുന്നു. എടാ അണ്ണാക്കിനകത്ത് ചിത്രം കൈകുത്തി കയറ്റി ഞാൻ കറക്കും. എന്താണിത്? വാളെടുക്കാൻ പറഞ്ഞിട്ട്? ഈ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരുന്നു. ഉറിന്ന് വാല് വലിച്ചൂരാനോ? എടാ ഉറിന്ന് വാലല്ല, ഉറയിൽ നിന്ന് വാള്. എങ്ങനെയത്? അത് പറയണ്ടേ? പിടിച്ചോ. എന്തെന്നാടാ? അണ്ടർവെയറിന്റെ പള്ളി പോയി. ചേച്ചി ഇതൊക്കെ കെട്ടിക്കൊണ്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. കെട്ടിയാ? ഇനി ഒരു പോരൂല. വാളെടുക്ക്. വാളെടുക്ക്. വാളെടുത്തിട്ടില്ല. ഈ ബാലെ പൊളിഞ്ഞു. വാളെടുത്തിട്ടില്ലടാ. ചേച്ചി വാള്. ഈ വാളൊക്കെ ഇത് ആരാ വെച്ചേക്കണത്? വാളെവിടെ വെച്ച? വാള് കിട്ടിയല്ലേ? ഞാനാടാവേ ആളറിയാതിരിക്കാൻ വേണ്ടി ഒരു മോമൂടി വെച്ചല്ലേ മനുഷ്യനെ ചിരിപ്പിക്കാണ്ട് പോടാ പുറത്തേക്ക്. വാള് കിട്ടിയാ? വാള് കിട്ടി. കാളാൻ പുളം വെട്ടുന്നു. എന്നെ വെട്ടാനല്ല, അവനെ വെട്ട. അച്ഛനെ വെട്ട്. എന്താ ബോഡി സ്പ്രേ? മരിച്ചു വീഴുന്നു. അയ്യോ അമ്മച്ചി. നീ വാള് കൊണ്ട് വെട്ടിട്ട് നീ ഇങ്ങനെ മരിച്ചു വീഴുന്നു. നീ എഴുന്നേക്ക്. അച്ഛൻ മരിച്ചു വീഴുന്നു. ഈ രാജാവ് എന്നെ വെട്ടിക്കൊന്ന. അടിപൊളി. പൊട്ടിച്ചിരിക്കുന്നു. നീ ചത്തുപോട്ട് നിങ്ങളെ പൊട്ടിച്ചിരിക്കണം. നീ ഇവിടെ കിടക്ക്. മഹാരാജാവ് പൊട്ടിച്ചിരിക്കും. എന്തിനാ വയ്യാത്ത പട്ടിക അയ്യാല കയറാൻ പോണത്? ഈ സമയം ശത്രു സൈന്യം കൊട്ടാരത്തിലേക്ക് ഇരച്ച് കയറുന്നു. അതാരാണത്? അയ്യ, നിങ്ങളൊക്കെ ഏത് രാജ്യത്തെ സൈനിക്കാരാ? ഞങ്ങള് സൈനിക്കാരല്ല, ഈ പരിപാടി ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. ഞങ്ങൾക്ക് ഈ ബാല വേണ്ട മോനെ. എന്ത് വേണം? ചവിട്ട് നാടകം. അയ്യോ, ചവിട്ട് നാടകം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോടാ. അയ്യോ, ഇപ്പൊ ശരിയായോ? ഇപ്പോഴാണ് ശരിയായത്. വാവ്, അടിപൊളി.